ഹായ് ഓൾ, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഹിസ്റ്ററി ഓഫ് ബ്രിട്ടൻ 2 എന്ന് പറയുന്ന സബ്ജക്റ്റിലെ മൂന്നാമത്തെ യൂണിറ്റായ ബ്ലോക്ക് 1 മൂന്നാമത്തെ യൂണിറ്റായ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്സ് എന്ന് പറയുന്ന പാഠഭാഗമാണ്. നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. വ്യാവസായിക വിപ്ലവം സാങ്കേതിക വിദ്യയിൽ വൻ മുന്നേറ്റങ്ങൾ സൃഷ്ടിച്ച ഒരു കാലമായിരുന്നു. കൃഷി, ടെക്സ്റ്റൈൽസ്, മറ്റ് നിർമ്മാണ പ്രവർത്തനം എന്നിവയിലെ പുരോഗതി ജനങ്ങളുടെ ജീവിതത്തെയും ജോലിയെയും മാറ്റിമറിച്ചു. സാങ്കേതിക മാറ്റങ്ങളിൽ ഇനി പറയുന്നവ ഉൾപ്പെടുന്നു. ഒന്നാമതായിട്ട് പുതിയ അടിസ്ഥാന വസ്തുക്കളുടെ ഉപയോഗം, പ്രധാനമായും ഇരുമ്പ്, ഉരുക്ക്. രണ്ടാമതായിട്ട് കൽക്കരി, ആവി എഞ്ചിൻ, വൈദ്യുതി, പെട്രോളിയം, ആന്തരിക ജ്വലന എഞ്ചിൻ തുടങ്ങിയ ഇന്ധനങ്ങളും പ്രേരക ശക്തിയും ഉൾപ്പെടെയുള്ള പുതിയ ഊർജ്ജ സ്രോതസ്സുകളുടെ ഉപയോഗം. മൂന്നാമതായിട്ട് പുതിയ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തം. ഇത് മൂന്നുമാണ് സാങ്കേതിക വിദ്യയിൽ വൻ മുന്നേറ്റങ്ങൾ സൃഷ്ടിച്ചത്. ഇനിയൊരു പാഠത്തിൽ ചർച്ച ചെയ്യുന്നത് യന്ത്രങ്ങളെക്കുറിച്ചാണ്. ആദ്യമായിട്ട് പറയുന്നത് സ്പിന്നിംഗ് ജെന്നിയെക്കുറിച്ചാണ്. 1764 ജെയിംസ് ഹാർഗ്രീവ്സ് കണ്ടുപിടിച്ച കമ്പിളി അല്ലെങ്കിൽ പരുത്തി കറക്കുന്നതിനുള്ള ഒരു എഞ്ചിനായിരുന്നു സ്പിന്നിംഗ് ജെന്നി. ഇതിന് 1770 പേറ്റന്റ് ലഭിച്ചു. അവിദഗ്ധ തൊഴിലാളികൾക്ക് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നു ഈയൊരു സ്പിന്നിംഗ് ജെന്നി. ഇത് നെയ്ത്തിൻ്റെ വ്യാവസായികവൽക്കരണത്തിലെ ഒരു പ്രധാന മുന്നേറ്റമായിരുന്നു. ഒരേ സമയം പല സ്പിൻഡിലുകളും പ്രവർത്തിപ്പിക്കാൻ ഇതിന് പറ്റിയിരുന്നു. 8 സ്പിൻഡിലുകൾ തുടങ്ങി സാങ്കേതിക വിദ്യ മെച്ചപ്പെട്ടപ്പോൾ 80 വരെയായി ഇതിൻ്റെ വർധനവ്. അതോടെ തുണി കൊണ്ടുള്ള നെയ്ത്ത് തുണിത്തൊഴിലാളികളുടെ വീടുകളിൽ കേന്ദ്രീകരിച്ചില്ല. അത് ഒരു കുടിൽ വ്യവസായത്തിൽ നിന്ന് വ്യാവസായിക നിർമ്മാണത്തിലേക്ക് നീങ്ങുകയാണ് ചെയ്തത്. ഇനി പറയുന്നത് സ്പിന്നിംഗ് മ്യൂളിനെ കുറിച്ചാണ്. ഏകദേശം 1700കളിൽ സാമുവൽ ക്രോംപ്ടൺ ഈ ഒരു സ്പിന്നിംഗ് മ്യൂള് കണ്ടുപിടിച്ചു. അത് സ്പിന്നിംഗ് ജെന്നിയുടെയും വാട്ടർ ഫ്രെയിമിൻ്റെയും സവിശേഷതകൾ സംയോജിപ്പിച്ച് അദ്ദേഹം രൂപകൽപ്പന ചെയ്ത ഒന്നായിരുന്നു. ഇത് മികച്ചതും പരുക്കനുമായ നൂൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള ഒരു യന്ത്രമായിരുന്നു. ഒരു ഓപ്പറേറ്റർക്ക് ഒരേ സമയം 1000-ലധികം സ്പിൻഡിലുകൾ പ്രവർത്തിപ്പിക്കാൻ സാധിച്ചു. നിർഭാഗ്യവശാൽ ദരിദ്രനായ ക്രോംപ്ടൺ തൻ്റെ ആശയത്തിന് പേറ്റന്റ് നേടാനുള്ള പണമില്ലായിരുന്നു. ഒരു കൂട്ടം നിർമ്മാതാക്കൾ ഡിസൈനിനായി വാഗ്ദാനം ചെയ്തതിനേക്കാൾ വളരെ കുറച്ച് പ്രതിഫലം നൽകി അദ്ദേഹത്തെ വഞ്ചിച്ചു. ബ്രിട്ടീഷ് ടെക്സ്റ്റൈൽ വ്യവസായത്തിലുടനീളം 100 കണക്കിന് ഫാക്ടറികളിൽ സ്പിന്നിംഗ് മ്യൂൾ ഉപയോഗിച്ചിരുന്നു. ഇനി പറയുന്നത് ന്യൂകോമൻ സ്റ്റീം എഞ്ചിൻ എന്ന് പറയുന്ന ഒരു മെഷീനെക്കുറിച്ചാണ്. നിർമ്മാണത്തിലും കപ്പലുകളിലും റെയിൽവേ ലോക്കോമോട്ടീവുകളിലും ഊർജ്ജ സ്രോതസ് എന്ന നിലയിലും സ്റ്റീം എഞ്ചിൻ ഫാക്ടറികളുടെ ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കുകയും 19-ാം നൂറ്റാണ്ടിൽ ദേശീയ അന്തർദേശീയ ഗതാഗത ശൃംഖലകളുടെ വലിയ വികാസത്തിലേക്ക് നയിക്കുകയും ചെയ്തിട്ടുണ്ട് ഈയൊരു ന്യൂകോമൻ സ്റ്റീം എഞ്ചിൻ എന്ന് പറയുന്ന എഞ്ചിൻ. 1712 തോമസ് ന്യൂകോമൻ അന്തരീക്ഷ എഞ്ചിൻ എന്നറിയപ്പെടുന്ന ആദ്യത്തെ ആവി എഞ്ചിൻ കണ്ടുപിടിച്ചു. കൽക്കരി ഖനികളിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യാൻ ഇത് പ്രധാനമായിട്ടും ഉപയോഗിച്ചു. ഇത് ഖനിത്തൊഴിലാളികളെ കൂടുതൽ താഴേക്ക് കുഴിക്കാൻ അനുവദിച്ചു. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും ഫ്രാൻസ്, ബ്രിട്ടൻ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവിടങ്ങളിൽ സ്റ്റീം ബോട്ടുകളും മറ്റ് സ്റ്റീം ഷിപ്പുകളും ആരംഭിച്ചിരുന്നു. ഇനി പറയുന്നത് വാട്ട് സ്റ്റീം എഞ്ചിൻ എന്ന് പറയുന്ന ഒരു എഞ്ചിനെക്കുറിച്ചാണ്. സ്കോട്ടിഷ് എഞ്ചിനീയർ ജെയിംസ് വാട്ട് 1763 ആദ്യത്തെ പ്രായോഗിക സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിച്ചു. വാട്ടിൻ്റെ എഞ്ചിൻ ന്യൂകോമൻ്റെ എഞ്ചിനുമായി വളരെ സാമ്യമുള്ളതാണ്. എന്നാൽ പ്രവർത്തിക്കാൻ കുറഞ്ഞ ഇന്ധനം ആവശ്യമുള്ള ഇതിന് ഇരട്ടി കാര്യക്ഷമത ഉണ്ടായിരുന്നു. കൂടുതൽ ഇന്ധനക്ഷമതയുള്ള ഈ ഡിസൈൻ വ്യവസായത്തിന് വലിയ സാമ്പത്തിക ലാഭമായിട്ട് മാറി. ന്യൂകോമൻസ് അന്തരീക്ഷ ആവി എഞ്ചിനുകൾ പിന്നീട് വാട്ടിൻ്റെ പുതിയ രൂപകൽപ്പനയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടു. 1780കളിൽ കൂടുതൽ മെച്ചപ്പെടുത്തലുകളോടെ പേപ്പർ മില്ലുകൾ, ഫ്ലോർ മില്ലുകൾ, കോട്ടൺ മില്ലുകൾ, ഇരുമ്പ് മില്ലുകൾ, ഡിസ്റ്റിലറികൾ, കനാലുകൾ, വാട്ടർ വർക്കുകൾ എന്നിവയിൽ വാട്ടിൻ്റെ എഞ്ചിൻ ഒരു പ്രാഥമിക ഊർജ്ജ സ്രോതസ്സായി മാറിയത് വാട്ടിനെ ധനികനാക്കി. 1776 ഇത് വാണിജ്യപരമായി അവതരിപ്പിക്കപ്പെടുകയും ഭാവിയിലെ സംഭവ വികാസങ്ങൾക്ക് അടിസ്ഥാനമായി തീരുകയും ചെയ്തു. ഇതോടെ സ്റ്റീം എഞ്ചിൻ പലതരം ബ്രിട്ടീഷ് വ്യവസായങ്ങളുടെ പ്രധാന ഉറവിടമായി മാറി. ഇനി പറയുന്നത് ലോക്കോമോട്ടീവിനെ കുറിച്ചാണ്. 1804 ഫെബ്രുവരി 21 കോർണിഷ്മാൻ റിച്ചാർഡ് ഡ്രവിത്തിക്കിൻ്റെ പെൻ വൈഡാരൻ ലോക്കോമോട്ടീവ് 10 ടൺ ഇരുമ്പും 5 വാഗണുകളും 70 ആളുകളും പെനിഡാരനിലെ ഇരുമ്പ് വർക്കുകളിൽ നിന്ന് മെർദിർ കാർഡിഫ് കനാലിലേക്ക് 9.75 മൈൽ കയറ്റിയപ്പോൾ ആദ്യത്തെ സ്റ്റീം റെയിൽവേ യാത്ര നടന്നു. 4 മണിക്കൂറും 5 മിനിറ്റും കൊണ്ട് യാത്രയ്ക്ക് ശരാശരി വേഗത 2.4 മൈൽ പെർ ഹവർ ആയിരുന്നു.
25 വർഷത്തിനു ശേഷം ജോർജ് സ്റ്റീഫൻസണും അദ്ദേഹത്തിൻ്റെ മകനായ റോബർട്ട് സ്റ്റീഫൻസണുമാണ് സ്റ്റീഫൻസൺ റോക്കറ്റ് രൂപകൽപ്പന ചെയ്തത്. ലങ്കാഷെയറിലെ ഒരു മൈൽ ട്രാക്ക് പൂർത്തിയാക്കിയ 5 എൻട്രികളിൽ ഒരാളായി 1829 റെയിൻഹിൽ ട്രയൽസ് വിജയിച്ച അന്നത്തെ ഏറ്റവും നൂതനമായ ലോക്കോമോട്ടീവായിരുന്നു ഇത്. പുതിയ ലിവർപൂളിനും മാഞ്ചസ്റ്റർ റെയിൽവേയ്ക്കും ഏറ്റവും മികച്ച പ്രവർത്തന കരുത്തു നൽകിയത് ലോക്കോമോട്ടീവുകളാണെന്ന വാദം പരിശോധിക്കുന്നതിനാണ് പരീക്ഷണം നടത്തിയത്. മുൻവശത്ത് പുക ചിമ്മിനിയും പിന്നിൽ ഒരു പ്രത്യേക ഫയർബോക്സുമുള്ള റോക്കറ്റിൻ്റെ രൂപകൽപ്പന അടുത്ത 150 വർഷത്തേക്ക് ആവി ലോക്കോമോട്ടീവുകളുടെ ഘടനയായി മാറി. ഇനി പറയുന്നത് ഇലക്ട്രിക് ജനറേറ്ററുകളെക്കുറിച്ചും ഇലക്ട്രിക് മോട്ടോറുകളെക്കുറിച്ചുമാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ യൂറോപ്പിലെയും അമേരിക്കയിലെയും ശാസ്ത്രജ്ഞർ വൈദ്യുതിയും കാന്തികതയും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി പഠനം നടത്തി. അവരുടെ ഗവേഷണം ഉടൻ തന്നെ വൈദ്യുത കാന്തിക പ്രതിഭാസങ്ങളുടെ പ്രായോഗിക പ്രവർത്തനങ്ങളിലേക്ക് നയിച്ചു. 1820കളിലും 30കളിലും ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ മൈക്കൽ ഫാരഡെ ഒരു കാന്തത്തിൻ്റെ 2 ധ്രുവങ്ങൾക്കിടയിലുള്ള ഒരു കമ്പിയുടെ ഒരു കോയിലിലൂടെ ഒരു വൈദ്യുത പ്രവാഹം കടന്നു പോകുന്നത് കോയിൽ തിരിയാൻ കാരണമുണ്ടാകുമെന്നും കാന്തത്തിൻ്റെ 2 ധ്രുവങ്ങൾക്കിടയിൽ ഒരു വയർ കോയിൽ തിരിയുന്നത് കോയിലിലെ വൈദ്യുത പ്രവാഹത്തിന് കാരണമാകുമെന്നും പരീക്ഷണാത്മകമായി തെളിയിച്ചു. ആദ്യത്തെ പ്രതിഭാസം വൈദ്യുതോർജ്ജത്തെ മെക്കാനിക്കൽ ഊർജ്ജമാക്കി മാറ്റുന്ന ഇലക്ട്രിക് മോട്ടോറിൻ്റെ അടിസ്ഥാനമായി മാറി. രണ്ടാമത്തേത് മെക്കാനിക്കൽ ഊർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഇലക്ട്രിക് ജനറേറ്ററിൻ്റെയോ ഡൈനാമോയുടെയോ അടിസ്ഥാനമായി. 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ മോട്ടോറുകളും ജനറേറ്ററുകളും ഗണ്യമായ പുരോഗതിക്ക് വിധേയമായെങ്കിലും വലിയ തോതിലുള്ള അവരുടെ പ്രായോഗിക ഉപയോഗം പിന്നീട് വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ട്രെയിനുകളും വൈദ്യുത വിളക്കുകളും മറ്റ് യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തത്തെ ആശ്രയിച്ചായിരുന്നു. ഇനി പറയുന്നത് ടെലിഗ്രാഫ് കമ്മ്യൂണിക്കേഷൻസിനെ കുറിച്ചാണ്. 19-ാം നൂറ്റാണ്ടിലെ 2 കണ്ടുപിടുത്തങ്ങളായ ഇലക്ട്രിക് ടെലിഗ്രാഫും ഇലക്ട്രിക് ടെലിഫോണും ആദ്യമായി വലിയ ദൂരങ്ങളിൽ നിന്നുള്ള ആശയവിനിമയം സാധ്യമാക്കി. വാണിജ്യം, നയതന്ത്രം, സൈനിക പ്രവർത്തനങ്ങൾ, പത്രപ്രവർത്തനം, ദൈനംദിന ജീവിതത്തിൻ്റെ അസംഖ്യം വശങ്ങൾ എന്നിവയിൽ അവയുടെ സ്വാധീനം ഏതാണ്ട് പെട്ടെന്നുള്ളതും ദീർഘകാലം നിലനിൽക്കുന്നതുമായിരുന്നു. ഇനി പറയുന്നത് ടെലഗ്രാഫിനെ കുറിച്ചാണ്. ആദ്യത്തെ പ്രായോഗിക വൈദ്യുത ടെലിഗ്രാഫ് സംവിധാനങ്ങൾ ഏകദേശം ഒരേ സമയം ബ്രിട്ടനിലും അമേരിക്കയിലും 1837 സൃഷ്ടിക്കപ്പെട്ടു. ബ്രിട്ടീഷുകാരായ വില്യം ഫോതർഗിൽ കുക്കും ചാൾസ് വിറ്റ്സണുമാണ് ഇതിനുള്ള ഡിവൈസ് കണ്ടുപിടിച്ചത്. 1851 ഇംഗ്ലീഷ് ചാനലിന് കുറുകെയും 1858 അറ്റ്ലാന്റിക് സമുദ്രത്തിനു കുറുകെയും ടെലിഗ്രാഫ് കേബിളുകൾ സ്ഥാപിച്ചു. ഇനി പറയുന്നത് ടെലിഫോണിനെ കുറിച്ചാണ്. 1876 സ്കോട്ടിഷ് വംശജനായ അമേരിക്കൻ ശാസ്ത്രജ്ഞൻ അലക്സാണ്ടർ ഗ്രഹാം ബെൽ വൈദ്യുത പ്രവാഹം വഴി മനുഷ്യൻ്റെ ശബ്ദം ഉൾപ്പെടെയുള്ള ശബ്ദം കൈമാറുന്ന ടെലിഫോൺ വിജയകരമായി പ്രദർശിപ്പിച്ചു. ബെല്ലിൻ്റെ ഉപകരണം 2 സെറ്റ് മെറ്റാലിക് റീഡുകളും വൈദ്യുത കാന്തിക കോയിലുകളും ഉൾക്കൊള്ളുന്നു. ഒരു മെബ്രെയിന് സമീപം ഉൽപ്പാദിപ്പിക്കുന്ന ശബ്ദതരംഗങ്ങൾ ചില ആവൃത്തികളിൽ അത് വൈബ്രേറ്റ് ചെയ്യപ്പെടാൻ കാരണമാവുകയും അതുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന വൈദ്യുതകാന്തിക കോയിലിൽ അനുബന്ധ വൈദ്യുതധാരകളെ ആകർഷിക്കുകയും ചെയ്യുമ്പോൾ ആ വൈദ്യുതധാരകൾ മറ്റൊരു കോയിലിലേക്ക് ഒഴുകുന്നു. ഇത് മറ്റ് മെംബ്രണിനെ അതേ ആവൃത്തിയിൽ വൈബ്രേറ്റ് ചെയ്യാൻ കാരണമാകുന്നു. അതുവഴി യഥാർത്ഥ ശബ്ദതരംഗങ്ങൾ പുനർനിർമ്മിക്കുന്നു. ആദ്യത്തെ ടെലിഫോൺ കോൾ 2 മുറികൾക്കിടയിലാണ് നടന്നത്. ഇത് 1876 മാർച്ച് 10 ബെല്ലിൻ്റെ ബോസ്റ്റൺ ലബോറട്ടറിയിൽ വെച്ചായിരുന്നു. ബെൽ തൻ്റെ സഹായിയായ തോമസ് വാട്സനെ വിളിച്ചു. മിസ്റ്റർ വാട്സൺ, ഇവിടെ വരൂ, എനിക്ക് നിങ്ങളെ കാണണം. ഇങ്ങനെയാണിത് തുടങ്ങുന്നത്. ടെലിഫോൺ സമ്പന്നർക്ക് ഒരു കൗതുകമോ കളിപ്പാട്ടമോ ആയിരുന്നു. എന്നാൽ 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടെ അത് ഒരു സാധാരണ ഗാർഹിക ഉപകരണമായി മാറി. കോടിക്കണക്കിന് ആളുകൾ ലോകമെമ്പാടും ഇതെന്താക്കുന്നുണ്ട്, ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി പറയുന്നത് ഡൈനാമിറ്റിനെ കുറിച്ചാണ്. 1860കളിൽ സ്വീഡിഷ് രസതന്ത്രജ്ഞനായ ആൽഫ്രഡ് നോബലാണ് ഡൈനാമൈറ്റ് കണ്ടുപിടിച്ചത്. കണ്ടുപിടുത്തത്തിന് മുമ്പ് വെടിമരുന്ന് പാറകളും കോട്ടകളും തകർക്കാൻ ഉപയോഗിച്ചിരുന്നു. എന്നിരുന്നാലും ഡൈനാമിറ്റ് കൂടുതൽ ശക്തവും സുരക്ഷിതവുമാണെന്ന് തെളിയിച്ചത് പെട്ടെന്ന് വ്യാപകമായ ഉപയോഗം നേടാൻ കാരണമായി. ആൽഫ്രഡ് തൻ്റെ പുതിയ കണ്ടുപിടുത്തത്തെ ഡൈനാമിറ്റ് എന്ന് വിളിക്കുന്നു. പുരാതന ഗ്രീക്ക് പദമായ ഡുനാമിസ്, അതായത് ശക്തി എന്നർത്ഥം വരുന്ന വാക്കിൽ നിന്നാണ് ഈ പദം രൂപപ്പെട്ടത്. സൈനിക ആവശ്യങ്ങൾക്കായി ഇത് ഉപയോഗിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. എന്നാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സ്ഫോടക വസ്തു ഉടൻ തന്നെ ലോകമെമ്പാടുമുള്ള സൈന്യങ്ങൾ സ്വീകരിച്ചു. ഇനി പറയുന്നത് ഫോട്ടോഗ്രാഫിനെ കുറിച്ചാണ്. 1826 ഫ്രഞ്ച് കണ്ടുപിടുത്തക്കാരനായ ജോസഫ് നൈസേഫോർ നിബ്സെ ഒരു ക്യാമറ ഇമേജിൽ നിന്ന് ആദ്യത്തെ സ്ഥിരമായ ഫോട്ടോ സൃഷ്ടിച്ചു.
ക്യാമറ ഒബ്സ്ക്യൂറ, പ്രിമിറ്റീവ് ക്യാമറ, പ്യൂറ്റർ പ്ലെറ്റ് എന്നിവ ഉപയോഗിച്ച് തൻ്റെ മുകളിലെ നിലയിലെ ജനലിൽ നിന്ന് നീബ്സ് ഫോട്ടോ പകർത്തി. ഇനി പറയുന്നത് വൈദ്യുത ജനറേറ്ററിനെ കുറിച്ചാണ്. ആദ്യത്തെ ഇലക്ട്രിക് ജനറേറ്റർ 1831 മൈക്കൽ ഫാരഡെ കണ്ടുപിടിച്ചു. ഫാരഡെ ഡിസൈൻ അത്ര ഫലപ്രദമായിരുന്നില്ലെങ്കിലും വൈദ്യുതകാന്തിക ഇൻഡക്ഷൻ്റെ കണ്ടുപിടുത്തത്തിലേക്കും ഡൈനാമോ പോലെയുള്ളവയുടെ മെച്ചപ്പെടുത്തലുകളിലേക്കും നയിച്ചു. യന്ത്രസാമഗ്രികൾ പരിചയപ്പെടുത്തിയതോടെ ഫാക്ടറികൾ ആദ്യം ബ്രിട്ടനിലും പിന്നീട് ലോകമെമ്പാടും വളർന്നു തുടങ്ങി. ആദ്യത്തെ ഫാക്ടറിയെക്കുറിച്ച് വിവിധ വാദങ്ങളുണ്ട്. 1721 പൂർത്തിയാക്കിയ തൻ്റെ 5 നിലകളുള്ള ചുവന്ന ഇഷ്ടിക സിൽക്ക് മില്ലിനെ ഡെർബിയുടെ ജോൺ ലോംബയെ പലരും ആദരിച്ചു. എന്നിരുന്നാലും ആധുനിക ഫാക്ടറി കണ്ടുപിടിച്ചതിൻ്റെ ബഹുമതി പലപ്പോഴും അറിയപ്പെടുന്നത് 1771 ക്രോംഫോർഡ് മിൽ നിർമ്മിച്ച റിച്ചാർഡ് ആർക്റൈറ്റിൻ്റെ പേരിലാണ്. ആദ്യത്തെ ജലത്തിൽ പ്രവർത്തിക്കുന്ന കോട്ടൺ സ്പിന്നിംഗ് മില്ലായിരുന്നു ക്രോംഫോർഡ് മിൽ. തുടക്കത്തിൽ 200 തൊഴിലാളികൾ വരെ അവിടെ ജോലി ചെയ്തിരുന്നു. ഇത് 12 മണിക്കൂർ ഷിഫ്റ്റുകളോടെ രാവും പകലും പ്രവർത്തിച്ചു. രാവിലെ 6 മണിക്കും വൈകുന്നേരം 6 മണിക്കും ഗേറ്റുകൾ പൂട്ടി. ആരെയും വൈകി വരാൻ അനുവദിച്ചിരുന്നില്ല. ഫാക്ടറികൾ ബ്രിട്ടൻ്റെയും പിന്നീട് ലോകത്തിൻ്റെയും മുഖം മാറ്റുകയും എഴുത്തുകാരുടെ പ്രതികരണങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്തു. കണ്ടുപിടുത്തങ്ങളെ പരിഗണിക്കുമ്പോൾ ബ്രിട്ടൻ ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. മറിച്ച് ബ്രിട്ടന് കണ്ടുപിടുത്തത്തിലും അടിസ്ഥാന ശാസ്ത്രത്തിലും മികവിൻ്റെ ഒരു നീണ്ട പാരമ്പര്യമുണ്ട്. വ്യാവസായികവൽക്കരണ കാലഘട്ടത്തിലെ മുൻഗാമികളായ കണ്ടുപിടുത്തക്കാരെ പിന്തുടർന്നത് സ്വാതന്ത്ര്യ കണ്ടുപിടുത്തക്കാരും മറ്റും സാങ്കേതിക പുരോഗതിയിൽ വലിയ സംഭാവന നൽകി. അങ്ങനെ ഈ ഒരു പാഠഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൻ്റെ നോട്ട്സ് കാര്യങ്ങൾ വേണമെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. ആ ഒരു ഇൻസ്റ്റാഗ്രാം ഹൈലൈറ്റിൽ നോട്ട്സ് കാര്യങ്ങളുണ്ടാവും. ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.